Hello. Yes, so thanks for the introduction. So thing is that just two things before we start. One is that it's a kind of little എന്താ പറയുക ഒരു proud moment ആണ് കാരണം something like this is happening in Kerala. One. രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 4-5 years ആയിട്ട് ഫ്രം ദ കേരള എക്കോസിസ്റ്റം മാറി നിൽക്കുകയാണ്. ഐ വാസ് ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് ഹോസ്റ്റഡ് ബൈ വിതിൻ അവർ സ്റ്റേറ്റ്, ഇങ്ങനത്തെ ഒരു ഫ്യൂച്ചർ സബ്മിറ്റ് വിച്ച് ഇസ് സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ടു ജെയിൻ യൂണിവേഴ്സിറ്റി ഫോർ ഹോസ്റ്റിംഗ് സംതിങ് ലൈക്ക് ദിസ്. ആൻഡ് ഇങ്ങനത്തെ ഒരു ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യുക ആൻഡ് വിച്ച് ഇസ് എ ടേക്ക് അവേ ഫോർ എവറി വൺ ഇസ് കൈൻഡ് ഓഫ് ലിറ്റിൽ അപ്രീഷിയേറ്റിംഗ്. രണ്ടാമത്തെ കാര്യം, ഓറൽ വാട്ട് ഐ തിങ്ക് ഇസ് ദാറ്റ് എനിക്ക് ഇതൊരു നമ്മുടെ ബ്രാൻഡിങ് സെഷൻ ആക്കാതെ കുറച്ചുകൂടെ റോ ആയിട്ട് നമ്മുടെ ജേണി എങ്ങനെ സ്റ്റാർട്ടായി, എസ്പെഷ്യലി ഒരു ഐഡിയയിൽ നിന്ന്, ദാറ്റ് വാസ് വാട്ട് ദ ആങ്കർ വാസ് ടെല്ലിങ്, ഒരു ഐഡിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ ഇതിനെ ഒരു എക്സിക്യൂഷൻ ലെവലോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു തോട്ടാണ് ഇസ് വാട്ട് ഐ എം തിങ്കിങ്. സോ ജസ്റ്റ് ക്വിക്ക്, പീപ്പിൾ ഹു ഡോ നോട്ട് നോ മീ, എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം. ഞാൻ കോളേജിൽ 2014 ഐ എം 2014 പാസ് ഔട്ട്, BTech ഗ്രാജുവേറ്റ്. അവിടെ നിന്ന് ഇറങ്ങി ഞാനൊരു ഫുഡ് ഡെലിവറി ബ്രാൻഡിനെ കുറിച്ച് ചിന്തിച്ചു. അതായത് ഹോം മേക്കേഴ്സിനെ അഗ്രിഗേറ്റ് ചെയ്ത് ഒരു ഫുഡ് ഡെലിവറി ബ്രാൻഡിനെ പറ്റി ചിന്തിച്ചു. ആ ടൈമിൽ സ്വിഗ്ഗി ഒന്നും വന്നിട്ടില്ല. അപ്പോഴും നമ്മൾ നമ്മുടെ ഫോൺ വിളിച്ചിട്ട് ഓർഡർ ചെയ്യുന്ന സമയമാണ്. സോ ദാറ്റ് വാസ് എ കൈൻഡ് ഓഫ് വെരി ഏർലി തിങ്. ഞാനപ്പം HDFCയിൽ നിന്ന് എനിക്കൊരു പേഴ്സണൽ ലോൺ കിട്ടി. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ജേണി. അപ്പം സീറോ നോളജ് അബൌട്ട് ഫൈനാൻസ്, എന്താണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, എന്താണ് ലോൺ എടുത്ത് 18% ഇൻട്രസ്റ്റ് ഞാൻ സേവ് ചെയ്യുന്നത് പേഴ്സണൽ ലോണിൽ. അതെടുത്തിട്ടാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് തന്നെ ഒരു ഫ്ലോലെസ് തിങ് ആണ്. എന്നിട്ട് നേരെ ഇൻവെസ്റ്റ് ചെയ്തത്, നേരെ പോയി ഡെപ്പോസിറ്റിന് ഒരു പ്ലേസ് എടുത്തു. നമ്മൾ കുറച്ച് വീട്ടമ്മമാർ അഗ്രിഗേറ്റ് ചെയ്തിട്ട് സ്ഥാനം സ്റ്റാർട്ട് ചെയ്തു. ഇൻ 6 months നമ്മൾ ഫിനാൻഷ്യൽ ക്യാഷ് ഫ്ലോ ഇഷ്യൂ വന്ന് വി ഹാഡ് ടു സ്റ്റോപ്പ്. അതാണ് എൻ്റെ ഫസ്റ്റ് ജേണി. അവിടെ നിന്ന് പിന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്തൊരു ഇൻവെസ്റ്ററിൻ്റെ കണക്ഷൻ വെച്ചിട്ട് ഞാൻ ആഫ്രിക്കയിൽ പോയി. അവിടെ ഒരു IT സോഫ്റ്റ്വെയർ സർവീസ് കമ്പനി ബിൽഡ് ചെയ്തു. അത് ബേസിക്കലി നമ്മൾ സോഫ്റ്റ്വെയർ ഔട്ട്സോഴ്സിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഫിൻടെക് ലെവൽ ഓഫ് ഔട്ട്സോഴ്സിംഗ് ടു ബാങ്ക്സ് ഇൻ ആഫ്രിക്ക. അതൊരു 1 million റവന്യൂലൊക്കെ എത്തി. സോ ദാറ്റ് വാസ് ഗോയിങ് ഗുഡ്. അത് പക്ഷേ ആക്സിഡൻ്റൽ ജേണിയാണ്. അവിടെ നിന്ന് പിന്നെ ഒരു ക്യാഷ് എക്സിറ്റ് കിട്ടി. 2019 ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു. ഇവിടെ നിന്ന് പിന്നെ ഒരു അഗ്രി ഫിൻടെക് ജേണി സ്റ്റാർട്ട് ചെയ്തു. അതായത് ഫാമേഴ്സിനും എല്ലാം ഒരു ലോൺ കൊടുക്കുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അത് ആക്ച്വലി വെൻ ഗുഡ്. 2 couple ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ റൗണ്ട്സ് ഫണ്ട് റേസ് ചെയ്തു. സോ ഈ എക്സ്പീരിയൻസിനെല്ലാം, സോ ടുഡേ ആസ് ഐ സ്റ്റാൻഡ്, ഈ ഒരു 10 years ജേണിയിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇഫ് ഐ ക്യാൻ റീകളക്ട്, ഞാൻ മുമ്പ് ഷംസീർ സ്പീക്കർ പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷം ചെയ്ത മണ്ടത്തരങ്ങളിൽ കൂടെയാണ് ആക്ച്വലി ഇവോൾവ് ചെയ്ത് ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് അഡ്വൈസ് ചെയ്യാനായിട്ട് ഐ ഹാവൻ ഡൺ എനിത്തിങ് ഗ്രേറ്റ് ഇനഫ്. പക്ഷേ കഴിഞ്ഞ 10 years ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളൊരു ആസ്പെക്ട് മാത്രമേ ഉള്ളൂ ഇസ് വാട്ട് I want to tell everyone. Maybe I think Aural can connect and tell his journey of how he started till date. Very good afternoon to all. First of all, ഇങ്ങനെ ഒരു ഫ്യൂച്ചർ സമ്മിറ്റിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ടോമിനും ജെയിൻ യൂണിവേഴ്സിറ്റിക്കും നന്ദി പറയുന്നു. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഒരുപാട് പ്രാധാന്യം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കുണ്ട്. അപ്പോൾ കേരളം പോലൊരു സ്ഥലത്ത് ഒരു ജെയിൻ പോലൊരു യൂണിവേഴ്സിറ്റി വന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി, കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഓർവൽ ലയനൽ. എൻ്റെ സ്വദേശം വയനാട് മാനന്തവാടി എന്ന് പറയുന്നൊരു ഗ്രാമത്തിലാണ്. ഞാൻ 2011 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് എനിക്ക് 21 വയസ്സുള്ള സമയത്താണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലക്ഷ്യ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്. ലക്ഷ്യ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ 2011 ഒരു ബിസിനസ് തുടങ്ങണം. കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജോലി ചെയ്യണം എന്നതിനേക്കാൾ ഉപരി ഒരു ഓൺട്രപ്രണർ ആവണം എന്നുള്ളൊരു ആഗ്രഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറഞ്ഞാൽ ലൈഫിലെങ്കിലും രക്ഷപ്പെടണം, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു ഇനീഷ്യലി ആഗ്രഹം. അല്ലാതെ നമ്മൾ വലിയൊരു വിഷനോ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും ഇനീഷ്യലി ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം രൂപപ്പെട്ടതാണ്. അപ്പോൾ 2011 കൊമേഴ്സിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടെന്നുള്ളൊരു ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അങ്ങനെ 2 സ്റ്റുഡൻസുമായി 2011 സ്റ്റാർട്ട് ചെയ്ത ജേണിയാണ്. ഇന്ന് കേരളത്തിൽ 6ഓളം ക്യാമ്പസുകളുണ്ട് ലക്ഷ്യക്ക്. കേരളത്തിൻ്റെ പുറത്ത് ബാംഗ്ലൂർ, കൊൽക്കത്ത, ഡൽഹി, മുംബൈ, അതുപോലെ ഇൻ്റർനാഷണലി ദുബായിലൊരു ക്യാമ്പസ് ഉണ്ട്.
ഓൺലൈനും ഓഫ്ലൈനും കൂടെ ഏകദേശം 25,000-ഓളം സ്റ്റുഡൻസ് ലക്ഷ്യയിൽ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷമായി കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കേരളത്തിൽ കൊമേഴ്സ് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ ലക്ഷ്യക്ക് വരുത്താൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ ഒരു ടീം വർക്കിൻ്റെ ഫലമായി ഇന്നൊരു എന്താ പറയുക ഒരു പൊസിഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ് ആക്ച്വലി ഇന്ന് ആഗ്രഹിക്കുന്നത്. സോ അതിൽ പറഞ്ഞു വന്നപ്പോൾ എനിക്കൊരു ക്വിക്ക് തോട്ട് വന്നത്, അതായത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പൊതുവേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഐഡിയ എന്നാണ് അല്ലേ. അതായത് നമ്മളിപ്പം ഓറൽ ചൂസ് ചെയ്തത് കോമേഴ്സ് എന്നൊരു എഡ്ടെക് ഐഡിയ ആണ്. അപ്പം ഈ ഐഡിയ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വാലിഡേറ്റ് ചെയ്ത് അതൊരു ബിസിനസ് ആക്കാനായിട്ട് ഇറങ്ങുന്ന സമയത്തുള്ളൊരു ജേണി ഉണ്ടല്ലോ തുടക്കത്തിൽ. അതായത് നമുക്കൊരു കൺവിക്ഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഈ ഐഡിയ കൊള്ളാമോ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇപ്പോഴത്തെ സ്റ്റുഡൻസിന് വരുന്ന മൾട്ടിപ്പിൾ ആയിട്ട് ചിലപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. എന്തായിരുന്നാലും ആ ഐഡിയ ടു എക്സിക്യൂഷൻ ജേണിയിൽ വരുന്ന ഒരു തോട്ട് പ്രോസസ് ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് നാവിഗേറ്റ്. സോ പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഐ ബിലീവ് ഇസ് ദാറ്റ് ഐഡിയനേക്കാൾ ഉപരി ഐഡിയ മാറിക്കൊണ്ടിരിക്കാം അല്ലേ. മേ ബി തിങ് ഇസ് ദാറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഐഡിയയിൽ നിന്ന് ലക്ഷ്യം ഇവോൾവ് ചെയ്ത് ഇന്ന് ഐ തിങ്ക് ആ 15 വർഷത്തെ ഗ്യാപ്പ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ അന്ന് 2015 സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് ഇപ്പം വരെ. സോ ആ ഒരു ജേണി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ, ആ ഒരു ഐഡിയ ടു എക്സിക്യൂഷൻ സമയത്തുള്ളൊരു ജേണി, നിങ്ങൾ കോമേഴ്സ് ഡിസൈഡ് ചെയ്തിട്ട് വന്ന മൾട്ടിപ്പിൾ പിവറ്റ്സ് ഉണ്ടല്ലോ, അതായത് കോമേഴ്സിൽ നിന്ന് ചിലപ്പം ACCA ചൂസ് ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ ACCA കൊണ്ടുവന്നു. സോ ആ ഒരു ജേണി ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റിയാൽ വുഡ് ബി ഗുഡ്. ഏതൊരു ബിസിനസ് ആശയത്തിൻ്റെയും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതായത് മനുഷ്യരുടെ നിലവിലുള്ളൊരു പ്രശ്നം ആ ആശയത്തിന് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നിലവിലുള്ള ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ പറ്റുന്നുണ്ടോ, ആ ഐഡിയ സ്കെയിലബിൾ ആണോ. ഇതാണ് ഏതൊരു ബിസിനസ് ആശയത്തിൻ്റെയും ബേസ്. ഈ 3 കാര്യങ്ങൾ ഇല്ലാത്ത ഒരു ബിസിനസ്സിനും സ്കെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ വളരാനോ സാധിക്കില്ല. 2011 കൊമേഴ്സ് എന്നുള്ളൊരു മേഖല ഐഡൻറ്റിഫൈ ചെയ്ത സമയത്ത് കേരളത്തിൻ്റെ ഒരു ട്രെൻഡ് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, 10ാം ക്ലാസ് കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ സയൻസ് ചൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ സമയത്ത് ഏറ്റവും വലിയ ട്രെൻഡ്. സയൻസ് എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷം MBBS അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് കുട്ടികളും പാരൻസും കൊടുത്തിരുന്ന ഫസ്റ്റ് പ്രയോറിറ്റി. കൊമേഴ്സ് എന്ന് പറയുമ്പം BCom MCom അല്ലെങ്കിൽ BBA MBA എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ആരും വലുതായിട്ട് ചിന്തിച്ചിരുന്നില്ല. കൊമേഴ്സ് ഒരു എന്താ പറയുക ആരും വലിയ പ്രാധാന്യം കൊടുക്കാതെ കടന്ന ഒരു ഫീൽഡായിരുന്നു. അതൊരു ശരിക്കും ബുദ്ധിയില്ലാത്ത ആൾക്കാർ പോകുന്നൊരു. അതെ 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 അങ്ങനെ ഒരു ടാഗ് കൊമേഴ്സിന് കൊടുത്തിരുന്നു. അതായത് സയൻസിൽ പോകാൻ പറ്റാത്ത കുട്ടികൾ അല്ലെങ്കിൽ മാത്സ് ടഫായ കുട്ടികൾ, ഇവരാണ് കൊമേഴ്സ് എടുത്തിരുന്നതെന്നായിരുന്നു ആ സമയത്ത് തെറ്റിദ്ധാരണ. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, നമ്മൾ നോക്കുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിൻ്റെ ആ സമയത്തുള്ളൊരു അവസ്ഥ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, കുട്ടികൾക്ക് കേരളത്തിൽ പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് അതിനെപ്പറ്റി അല്ലെങ്കിൽ പാരൻസിന് അതിനെപ്പറ്റി പ്രോപ്പറായിട്ടുള്ള അവയർനെസ് ഉണ്ടായിരുന്നില്ല. പാരൻസൊക്കെ ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈ പോലുള്ള നഗരങ്ങളിലേക്കായിരുന്നു കുട്ടികളെ സെൻഡ് ചെയ്തിരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. അവിടെ പോയി അവിടെ ആണെങ്കിലും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടികൾ വളരെ കഷ്ടപ്പെട്ട് ഓരോ ട്യൂഷൻ സെൻറ്ററിലൊക്കെ പോയി ഓരോരോ ഫാക്കൽറ്റിയുടെ ഓരോരോ സബ്ജക്റ്റൊക്കെ അറ്റൻഡ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. 3% താഴെയായിരുന്നു CA കോഴ്സിൻ്റെ വിജയ ശതമാനം ആ സമയത്ത്. അപ്പോൾ നോക്കിയ സമയത്ത് എന്താണ് അവിടെ ഒരു വലിയ ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. എന്തുകൊണ്ട് കുട്ടികൾ പാസ്സാവുന്നില്ല? കാരണം ക്വാളിഫൈ ചെയ്ത ആളുകളൊക്കെ സക്സസ്ഫുൾ ആവുന്നു, അല്ലെങ്കിൽ സെമി ക്വാളിഫൈഡ് ആയ ആളുകൾ സക്സസ്ഫുൾ ആവുന്നു. കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് പാസ്സായ ആരും വെറുതെ ഇരിക്കുന്നില്ല. എല്ലാവരും നല്ല സാലറിയിൽ കേരളത്തിനകത്തും കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യക്ക് പുറത്തും പ്ലേസ്ഡ് ആവുന്നു. പക്ഷേ കുട്ടികൾ പാസ്സാവുന്നില്ല. അപ്പോൾ വലിയൊരു ഗ്യാപ്പ് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയാൽ, നല്ല അക്കാദമിക് ഫെസിലിറ്റി ഒരുക്കിയാൽ, നല്ല രീതിയിൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് പാസ്സാകാൻ പറ്റില്ലേ? എന്തുകൊണ്ട് കുട്ടികൾ പാസ്സാകുന്നില്ല? നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല, എല്ലാം ഒരു കുടക്കീഴിൽ പഠിക്കാൻ പറ്റുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല, പ്രോപ്പർ അക്കാദമിക് സ്ട്രക്ചർ ഇല്ല. കുട്ടികളൊരു സെൽഫ് സ്റ്റഡി പോലെയാണ് ആ സമയത്ത് CA പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലക്ഷ്യം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ 2011 തുടങ്ങി ഇന്ത്യയിൽ അവൈലബിൾ ബെസ്റ്റ് ഫാക്കൽറ്റീസിനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരാൻ സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു അക്കാദമിക് എൻവറോൺമെൻറ്റ് കുട്ടികൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തു, നല്ല ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്തു, അക്കാദമിക് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തു. കുട്ടികൾ കാരണം CA എന്ന് പറയുന്നത് അങ്ങനെ ആർക്കും പഠിച്ച് പാസ്സാവാൻ പറ്റാത്ത വലിയ ടഫായിട്ടുള്ള എക്സാം ഒന്നുമല്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ, പ്രോപ്പറായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഏതൊരു സാധാരണ കുട്ടിക്കും പാസ്സാവാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയുള്ളൂ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്. നമ്മൾ ആ രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റ് ചെയ്തു, കുട്ടികൾ വരാൻ തുടങ്ങി, റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി, കുട്ടികൾ പാസ്സാവാൻ തുടങ്ങി. അതായത് ഈ 3% എന്നുള്ള റിസൾട്ട് നമ്മൾ പ്രോപ്പർലി ക്ലാസ് കൊടുക്കുമ്പോൾ തന്നെ ഒരു 30-40% റിസൾട്ട് CA ഫൈനലിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ തന്നൊരു കാര്യമാണ്.
അങ്ങനെ +2 സ്കൂളുകളിലും കോളേജുകളിലും പാരൻസിൻ്റെ ഇടയിലും നമ്മൾ അവയർനെസ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്താണ് കൊമേഴ്സ് ഇൻഡസ്ട്രി, കൊമേഴ്സ് ഇൻഡസ്ട്രിയുടെ സാധ്യതകൾ എന്താണ്, ഇത് വരാൻ പോകുന്ന ഇൻഡസ്ട്രി കൊമേഴ്സ് ഇൻഡസ്ട്രിയാണ്. കൊമേഴ്സ് ഇൻഡസ്ട്രി ചൂസ് ചെയ്താൽ, കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചാൽ അനന്ത സാധ്യതകളാണുള്ളത് എന്നുള്ളത് പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ ഗ്രാജുവലി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്റർനാഷണൽ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്ത എന്തിനാണെന്ന് പറഞ്ഞാൽ CA പാസ്സാവാൻ, എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് കുട്ടികൾക്ക് CA പാസ്സാവാൻ പറ്റില്ല, പക്ഷെ അവർ കേപ്പബിൾ ആണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറെ കൂടെ ഫ്ലെക്സിബിളായ, കുറച്ചുകൂടെ എളുപ്പമുള്ള, എന്നാൽ CAയുടെ തന്നെ അത്ര, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൊഫഷണൽ കോഴ്സുകളുടെ അത്ര തന്നെ ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സുകൾ കൊടുക്കണം എന്നുള്ളൊരു ആശയത്തിൻ്റെ ഫലമായിട്ടാണ് ACCA പോലുള്ള കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തത്. അതിപ്പം അതിലത് എനിക്ക് 2-3 പോയിന്റ്സ് ടച്ച് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇപ്പം ഈ പറഞ്ഞ ജേർണിയിൽ ഒന്ന് ഫസ്റ്റ് പറഞ്ഞത് ഇസ് എഡ്യൂക്കേറ്റിംഗ് ദ കസ്റ്റമർ. ഇപ്പം ഓറൽ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അറിയാത്തൊരു കാര്യം ഫസ്റ്റ് എഡ്യൂക്കേറ്റ് ചെയ്തു, ആ മാർക്കറ്റിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അത് ഫില്ല് ചെയ്യാനുള്ള കറക്റ്റ് സൊല്യൂഷനുള്ള ഫാക്കൽറ്റി ഓർ ഇൻ ടേംസ് ഓഫ് എനിത്തിങ് എക്സ്പെർട്ടീസ് കൊണ്ടുവന്നു മാർക്കറ്റിൽ, അത് അതിൽ നിന്ന് മോണറ്റൈസ് ചെയ്തു, അത് യു കെപ്റ്റ് ഓൺ ഡൂയിങ് ഇറ്റ്. അപ്പം ഇതിൽ ആക്ച്വലി ഈ പറഞ്ഞ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു 3-4 ടേക്ക് അവേസ് ഇതിൻ്റെ അകത്ത് ഉണ്ട്. അത് യു കുഡ് എക്സിക്യൂട്ട് ഇൻ ദ റൈറ്റ് പാത്ത് ഇസ് വൈ ലക്ഷ്യ ഇസ് വെയർ ഹിയർ ടുഡേ എന്നാണ് എനിക്ക് മനസ്സിലായത്. അതോടുകൂടി ടച്ച് ചെയ്യുന്നൊരു പോയിന്റാണ്. യൂഷ്വലി ഏത് ഓണ്ടർപ്രണറിനും ഏത് സ്റ്റുഡൻറ്റിനും വരുന്നൊരു ക്വസ്റ്റ്യനാണ്, എനിക്കൊരു ഐഡിയ ഉണ്ട്, ഞാനത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് എവിടെ നിന്ന് സോഴ്സ് ചെയ്യണം എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പം മുമ്പത്തെ സ്പീക്കർ പറഞ്ഞതാണ്, 1 ലക്ഷം റുപ്യ ഞാൻ വീട്ടിൽ ചോദിക്കണോ അതോ ഞാൻ ലോൺ എടുക്കണോ. ഇപ്പം എൻ്റെ കേസിൽ ഞാൻ ലോൺ എടുത്ത്, ബട്ട് ഇറ്റ്സ് എ ബാഡ് ഡിസിഷൻ ടു ടേക്ക് എ ലോൺ ടു സ്റ്റാർട്ട് എ കമ്പനി. അപ്പം ആ ഫസ്റ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ നിന്നായിരിക്കണം? ഞാനത് ചോദിക്കാൻ റീസൺ 2ആണ്. ഒന്ന്, ഞാൻ ആക്ച്വലി ഒരു വെഞ്ചർ ക്യാപിറ്റൽ റൗണ്ട് റേസ് ചെയ്ത് അതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് പീപ്പിൾ, ഞാൻ ആദ്യം ഒരു ഏഞ്ചൽ റൗണ്ട്, അതായത് എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ നിന്ന് പൈസ റേസ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ മാർക്കറ്റിൽ നിന്ന് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഇസ് ഇൻ കം ഫ്രീ അല്ലേ, പൈസ ഫ്രീ ആയിട്ട് വരില്ല, എല്ലാവർക്കും അതിൻ്റെ അകത്തൊരു ടേക്ക് അവേ ഉണ്ട്, തിരിച്ചു കൊടുക്കണം ഓർ വാട്ട് എവർ. അപ്പം ആ എക്സ്പെക്റ്റേഷൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഐഡിയ ഉള്ള ഒരാൾക്ക് ഫണ്ട് എവിടെ നിന്ന് കിട്ടും എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, വാട്ട് വാസ് യുവർ തോട്ട്? ഐ ക്യാൻ ആഡ് ഓൺ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഐഡിയ നല്ലതാണെങ്കിൽ, നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഫണ്ട് കിട്ടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റർ കിട്ടുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പൊതുവേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സ്, ഫാമിലി, തമാശയ്ക്ക് ഫൂൾസ് എന്ന് പറയും, 3 കാറ്റഗറിയാണ് ഇൻവെസ്റ്റ് ചെയ്യുക. വളരെ എന്താ പറയുക, അത്ര കൺവിൻസിങ് ആയ ഐഡിയ അല്ലെങ്കിൽ എന്താ പറയുക പ്രോപ്പർലി ആയ പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മുടെ ഐഡിയ നല്ലതാണെങ്കിൽ, ഐഡിയ സ്കെയിലബിൾ ആണെങ്കിൽ, ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് നമ്മുടെ ഐഡിയ എങ്കിൽ, അതിലേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ 2025 ഇൻവെസ്റ്റേഴ്സിന് കിട്ടാൻ, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പണിയില്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. നമ്മുടെ ഐഡിയാസ് പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് കമ്പാരിറ്റീവ്ലി പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു കുട്ടി റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ, ഒരു വിദ്യാർത്ഥി ഓണ്ടർപ്രണർ ആവാൻ തയ്യാറാണെങ്കിൽ, സ്കെയിലബിളായ ഐഡിയ ആണെങ്കിൽ, ആ കുട്ടിക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റി ഒരുപാടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, അതോടുകൂടി കുറച്ചുകൂടെ ഒന്ന് ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് വേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ, അതായത് എനിക്ക് കച്ചവടം തുടങ്ങാൻ എനിക്കൊരു 50 ലക്ഷം വേണം. ഇതിനിപ്പം പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിലിറ്റി ഉണ്ട്. ബട്ട് ഈ ഒരു ഫേസ് ബൈ ഫേസ് പിന്നെയും ഫണ്ടിങ് കൂടുതൽ ആവശ്യമുണ്ട്. അതിപ്പോൾ ലക്ഷ്യയുടെ കേസ് നോക്കുകയാണെങ്കിൽ 2011 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ബൈജൂസ് പോലത്തെ ജയൻസ്, അതായത് അവർ വെഞ്ചർ ക്യാപിറ്റൽ മണിയിൽ നിന്ന് മാർക്കറ്റിങ്ങിന് അത്രയും സ്പെൻഡ് ചെയ്തപ്പോഴും ലക്ഷ്യ അന്നും ഇന്റേണൽ ക്യാഷ് ഫ്ലോ, അതായത് നിങ്ങളായിട്ട് ഉണ്ടാക്കുന്ന കച്ചവട ലാഭത്തിൽ നിന്ന് പിന്നെയും റീഇൻവെസ്റ്റ് ചെയ്ത് പിന്നെയും ഗ്രോ ചെയ്തതിൻ്റെ ഒരു മെട്രിക്സ്. കാരണം എന്നെപ്പോലൊരു വ്യക്തി ഇപ്പം പറഞ്ഞ പോലെ പുതിയ മാർക്കറ്റിൽ പിള്ളേർക്കായിരുന്നെങ്കിൽ പോലും ദേ ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻ ടു റേസ് മണി. അല്ല, മൊമെന്റ് നമ്മളൊരു വലിയ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്ററിന് പൈസ റേസ് ചെയ്താൽ അവരുടെ എക്സ്പെക്ടേഷൻ പിന്നെയും പൈസ റേസ് ചെയ്യുക, അതിൻ്റെ വാല്യൂ കൂട്ടുക എന്നുള്ളതാണ് യൂഷ്വൽ പാത്ത്. അതിൽ നിന്ന് ഹൗ ഡിഡ് യു സ്റ്റേ അവേ ഫ്രം ദാറ്റ് എന്നുള്ളതാണ് എനിക്ക് കുറച്ച് ഇൻട്രീഗിങ് ആയിട്ട് തോന്നിയൊരു പോയിന്റ്. ഹൗ ഡിഡ് യു സ്റ്റേ അവേ ഫ്രം ക്യാപിറ്റൽ? കാരണം എനിക്ക് തോന്നുന്നു ഓറലിൻ്റെ ജേർണിയിൽ ഒരുപാട് പേര് പൈസ ഇടാൻ വന്നിട്ടുണ്ട് അല്ലേ, മൾട്ടിപ്പിൾ ടൈംസിൽ ഞാൻ 100 കോടി ഇടാം, ഞാൻ ഐ ക്യാൻ ബൈ യുവർ കമ്പനി ഔട്ട്. അപ്പം ഓറലിൽ ക്യാഷ് ഔട്ട് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ബട്ട് ഹൗ ഡിഡ് യു, ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ലക്ഷ്യ വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങിയ സ്ഥാപനമാണ്. കാരണം 2011 ഒരു സാഹചര്യം അതായിരുന്നു. ഇന്നിപ്പോൾ നമുക്കൊരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ പ്രാക്ടിക്കലി അത് അത്ര പോസിബിൾ അല്ല. ഇതുവരെ നമ്മൾ ബൂട്ട് സ്ട്രാപ്ഡ് കമ്പനിയായിരുന്നു. അതായത് പ്രോപ്പർലി ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്ത് ഇന്റേണലി ഉള്ള പ്രോഫിറ്റുകളും ബാക്കി കാര്യങ്ങളെല്ലാം റീഇൻവെസ്റ്റ് ചെയ്ത്
ബാങ്ക് ലോണും മറ്റുള്ള ചെറിയ ചെറിയ ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത്. ഒരുപാട് തവണ ഫണ്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ചും കൂടെ ലോങ് ടേം ആയിട്ട് ചിന്തിച്ചു. കാരണം എനിക്ക് നോക്കുമ്പം പല സമയത്തും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വാല്യൂഷൻ കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഒരു വി സി ഫണ്ട് അല്ലെങ്കിൽ ഒരു PE ഫണ്ട്, വി സി ഫണ്ട് വന്നാൽ എസ്പെഷ്യലി നമ്മുടെ സൈസിലുള്ള ഒരു കമ്പനിക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഫണ്ട് ഇനീഷ്യലി വി സി ഫണ്ടാണ്. വി സി ഫണ്ട് വന്നു കഴിഞ്ഞാൽ അവർ തരുന്ന ടാർഗറ്റ്, അവിടെ സംഭവിക്കുന്ന ഡയലൂഷൻ, അത് നമ്മുടെ എത്രത്തോളം പിന്നീട് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് എത്രത്തോളം മോട്ടിവേഷൻ ഉണ്ടാവും. കാരണം വലിയൊരു ഡയലൂഷൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് മുന്നോട്ടേക്ക് ഡ്രൈവ് ചെയ്യാൻ നമുക്ക് അത്ര വലിയൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. അപ്പോൾ പലപ്പോഴും ഫണ്ട് എടുക്കണമെന്ന് വിചാരിക്കുമ്പം ഞാൻ തന്നെ നമ്മുടെ ഒരു വാല്യുവേഷനിൽ അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ കണ്ട ആ വാല്യുവേഷനിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നില്ല. അതായത് നമ്മളെപ്പോഴും ചെറിയൊരു ഡയലൂഷനാണ് നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും സംസാരിക്കുന്ന ആളുകൾക്ക് അവർക്ക് കൂടുതൽ ഡയലൂഷൻ വേണം, അല്ലെങ്കിൽ അവർ പറയുന്ന വാല്യുവേഷൻ നമ്മൾ മനസ്സിൽ കണ്ട വാല്യുവേഷനുമായിട്ട് മാച്ച് ആവുന്നില്ല. അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുവരെ ഫണ്ട് എടുക്കാതിരുന്നത്. നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ കോവിഡ് വരെ ഓഫ്ലൈൻ മാത്രമേ നമ്മൾ ചെയ്തിരുന്നുള്ളൂ. കോവിഡിന് ശേഷമാണ് നമ്മൾ ഓൺലൈൻ മേഖലയിലേക്ക് എൻ്റർ ചെയ്തത്. അപ്പോൾ പാൻ ഇന്ത്യ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻ്റർനാഷണലി പോകാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്തും ഫണ്ട് എടുക്കാവുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും പല കാരണങ്ങൾ കൊണ്ട്, അതായത് ഞാൻ പറഞ്ഞ നമ്മുടെ മേ ബി മൈൻഡ് സെറ്റിൻ്റെ ഒരു ഇഷ്യൂ ആയിരിക്കാം. ഫണ്ട് എടുക്കുന്നത് ഒരിക്കലും ഒരു മോശമായ കാര്യമല്ല. കാരണം ബിസിനസ് ഗ്രോ ചെയ്യണമെങ്കിൽ ക്യാപിറ്റൽ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വേ ഫോർവേഡ് പ്ലാനിനെ ഫണ്ട് ചെയ്യാൻ ഇന്റേണലി നമുക്ക് പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ബാങ്ക് ലോൺ വെച്ച് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. നല്ലൊരു എന്താ പറയുക, ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ നല്ല വാല്യൂഷനിൽ നല്ലൊരു പ്രൊഫഷണൽ ഇൻവെസ്റ്ററെ ആ സമയത്ത് കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു പോയിന്റ്, ഞാൻ ആഫ്രിക്കയിൽ ഞാൻ ഒരു IT സോഫ്റ്റ്വെയർ സർവീസ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ഇൻവെസ്റ്റർ വന്നത്, അതായത് പുള്ളി തന്നെയാണ് മേജർ ഇൻവെസ്റ്റർ. പുള്ളി ഒരു $350,000 ഫണ്ടിങ് ഇട്ടു. പക്ഷെ അതിൻ്റെ അകത്ത് ആക്ച്വലി ഈസ് എ സൈലൻറ്റ് പാർട്ട്ണർ. അപ്പം പൊതുവേ ഇപ്പം ഏത് പിള്ളേരും ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ അവർ വെളിയിൽ നിന്നൊരു ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട് ഒരു 50 ലക്ഷം 40 ലക്ഷം തരാമെന്ന് പറഞ്ഞാൽ യൂഷ്വലി അവരുടെ ഒരു ആസ്ക് എന്ന് പറഞ്ഞാൽ ഒരു 60-70% ഓഫ് ദി ബിസിനസ്സാണ്. ഇത് ഞാനും കൊടുത്തു. എനിക്ക് ആ ആഫ്രിക്കൻ കമ്പനി ഒരു 15% സ്റ്റേക്കേ ഉണ്ടായിരുന്നുള്ളൂ. 75% വാസ് വിത്ത് ഹിം. ഞാനും എൻ്റെ ഒരു കോഫൗണ്ടറും കൂടെയാണ് എല്ലാ പട്ടിപ്പണിയും ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നത് നമ്മളാണ്. അപ്പം ആ ഒരു ലെവലിൽ ഇപ്പോൾ പൊതുവേ ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്റ് വെളിയിൽ പോയി ഫണ്ട് റേസ് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ അടുത്ത് ആദ്യം ഒരു ഇൻവെസ്റ്റർ ചോദിക്കുന്ന ഒരു കാര്യം ചെയ്യും, ഒരു 60% എനിക്ക് ഇതാ, 40% നിങ്ങൾ വെച്ചോ എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡീമോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്നാണ് എനിക്ക് മനസ്സിലായത്, അല്ലേ? അതെന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മളതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ലോങ് ടേം വിഷനൊന്നും ആദ്യം നമുക്ക് ഉണ്ടാവില്ല. നമ്മുടെ ഐഡിയ എങ്ങനെയെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുക, അതിനുള്ള ഫണ്ട് കണ്ടെത്തുക. നമ്മൾ വളരെ ഷോർട്ട് ടൈം ആയിട്ട് ആ സമയത്ത് ചിന്തിക്കുള്ളൂ. മേ ബി നമ്മൾ തുടങ്ങിപ്പോയിട്ടുണ്ടാവും, നമുക്ക് ക്യാഷ് ഫ്ലോ ക്രൈസിസ് ഉണ്ടാവും, സാലറി കൊടുക്കാനുണ്ടാവും, എക്സ്പാൻഷന് ഫണ്ട് വേണ്ടി വരും, ബാക്കിയുള്ള എക്സ്പെൻസസ് നമുക്ക് പോകേണ്ടി വരും. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഫണ്ട് ഇൻഫ്യൂഷൻ ആവശ്യമായിരിക്കും. ആ സമയത്ത് നമ്മളൊരു ഇൻവെസ്റ്ററോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ക്യാപ് ടേബിളിനെ പറ്റിയൊന്നും അത്രയ്ക്കും എന്തായിരിക്കില്ല, കൺസേൺഡ് ആയിരിക്കില്ല. നമുക്ക് ആ ടെമ്പററി ആയിട്ടുള്ള സൊല്യൂഷൻ മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു 40%, 50%, മേ ബി 60-70% ഒക്കെ ഡൈലൂട്ട് ചെയ്യും. പിന്നെ നമ്മൾ എഫേർട്ട് ഇട്ട് ഒരു 3-4 വർഷം കഴിയുന്ന സമയത്ത് കമ്പനി വലുതാവാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ വളരെ ചെറിയ വാല്യുവേഷനിൽ ചെറിയൊരു പൈസ മാത്രം എടുത്തിട്ട് നമ്മൾ വലിയൊരു പെർസെൻറ്റേജ് ഡൈലൂട്ട് ചെയ്ത് കഴിഞ്ഞു. ആ സമയത്ത് നമുക്ക് ഡീമോട്ടിവേഷൻ ഉണ്ടാവും. ആ സമയത്താണ് നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ലോങ് ടൈമിൽ നമ്മൾ കണ്ടിട്ട് കമ്പനി എന്താ പറയുക, ഒരു 10, 20, 30 വർഷം മുന്നോട്ടേക്ക് കണ്ട് നമ്മുടെ ഒരു 5-10 വർഷത്തെ ഗോൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഇൻവെസ്റ്റർ മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ എത്ര ഡൈലൂട്ട് ചെയ്യണം, എത്ര ഫണ്ട് എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ക്യാപ് ടേബിൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തിനെ പറ്റി നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അതിനൊരു റൈറ്റ് ഫോർമുലയൊന്നും ഇല്ല, അല്ലേ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഫ്രം ഇതൊക്കെ ആ സമയത്ത്, കാരണം നമ്മുടെ ബിസിനസ്, നമ്മുടെ ആശയം, അല്ലെങ്കിൽ ആ സമയത്തെ മാർക്കറ്റ്, നമ്മുടെ ഇൻഡസ്ട്രി, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അല്ലാതെ ഇതിനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ റൂളൊന്നുമില്ല. കാരണം ഇപ്പം വലിയ ക്യാപിറ്റൽ ആവശ്യമുള്ള ബിസിനസ് ആണെങ്കിൽ ഫണ്ട് എടുക്കാതെ പ്രാക്ടിക്കലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് അതിൻ്റെ വോളിയം അനുസരിച്ച് നമ്മുടെ ഐഡിയ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ആളുടെ റിസ്ക് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഡൈലൂട്ട് ചെയ്യേണ്ടി വന്നേക്കാം. വലിയൊരു ഐഡിയ ആണ്, അല്ലെങ്കിൽ വലിയ രീതിയിൽ ആദ്യം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കുറച്ച് കൂടുതൽ ഡൈലൂഷൻ വന്നാലൊന്നും തെറ്റില്ല. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ അവർ ബിസിനസ്. നമ്മുടെ ആ സമയത്തെ സിറ്റുവേഷൻ എല്ലാം നോക്കി നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് എക്സ്പേർട്ട് കൺസൾട്ടൻസിൻ്റെ അഡ്വൈസോട് കൂടി എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. വേറൊരു കാര്യം, ഈ 15 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ ലക്ഷ്യം ഇത് നിർത്തിയാലോ എന്ന് എത്ര തവണ ചിന്തിച്ചിട്ടുണ്ടാവും? ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം ഒരുപാട് ഇഷ്യൂ ഉണ്ടായിട്ടും, ഒരുപാട് എന്താ പറയുക,
തടസ്സങ്ങൾ മുമ്പിലുണ്ടായിട്ടും ബിസിനസ് നിർത്തണമെന്ന് ഒരിക്കൽ പോലും ഇതുവരെ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ ചിന്തിച്ചിട്ടില്ല. കാരണം അതൊന്ന് എഡ്യൂക്കേഷണൽ ഇൻഡസ്ട്രിയിൽ ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ബിസിനസ്സിനപ്പുറത്തേക്ക് നമ്മൾ അവിടെ കണ്ടെത്തുന്ന ഒരുപാട് സന്തോഷമുണ്ട്, അല്ലെങ്കിൽ നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഒരു കുട്ടി +2 കഴിഞ്ഞൊരു സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു കുട്ടി വരുന്നു, ആ കുട്ടിയെ നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കുന്നു, ആ കുട്ടിയെ ക്വാളിഫൈ ചെയ്യിപ്പിക്കുന്നു, ഒരു പ്രൊഫഷണലാക്കി മാറ്റുന്നു. 21-ാം വയസ്സിൽ അല്ലെങ്കിൽ 22-ാം വയസ്സിൽ ആ കുട്ടിക്കൊരു നല്ല സാലറിയുള്ള ജോലി കിട്ടുന്നു. ഒരു ലൈഫിൽ ആ കുട്ടിയുടെ ലൈഫിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. ആ കുട്ടിയുടെ കുടുംബം ഉൾപ്പെടെ രക്ഷപ്പെടുകയാണ്. അപ്പം എന്തുകൊണ്ടാണ് സാധാരണ കുട്ടികൾക്ക് ലൈഫിൽ സെറ്റിൽ ആവാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ പലപ്പോഴും അവരെടുക്കുന്ന കരിയർ ഡിസിഷൻ റോങ് ആയി പോവാണ്. അവർ പഠിക്കുന്ന കോഴ്സിനെ പറ്റിയുള്ള ക്ലാരിറ്റി കുറവ്, അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള ജോലിനെ പറ്റിയുള്ള ക്ലാരിറ്റി കുറവൊക്കെ സാധാരണ കോഴ്സുകളിലേക്കും സ്കോപ്പില്ലാത്ത കോഴ്സുകളിലേക്കൊക്കെ അവരെ എത്തിക്കുന്നു. കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ അങ്ങനെയല്ല. നമ്മുടെ ടാഗ് ലൈൻ തന്നെ 21 വയസ്സിൽ ലൈഫ് സെറ്റ് എന്നാണ് നമ്മൾ പരസ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ടാഗ് ലൈൻ. കാരണം കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചാൽ 3 അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് ആ കുട്ടി ക്വാളിഫൈഡ് ആകുകയും ആ കുട്ടിക്ക് കേരളത്തിൽ തന്നെ ഒരു 60,000-70,000 രൂപ സാലറിയുള്ള ജോലി കിട്ടുകയും ചെയ്യാണ്. ആ കുട്ടിയുടെ ലൈഫ് സെറ്റ് ആവുകയാണ്. ആ കുട്ടിയുടെ ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ണിൻ്റെ മുമ്പിൽ കാണുകയാണ്. ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സാധാരണ സർവീസോ അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആയിരക്കണക്കിന് കുട്ടികളുടെ അവരുടെ ലൈഫിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു, അവരുടെ ഫാമിലി രക്ഷപ്പെടുന്നു, കുട്ടികളുടെ കംപ്ലീറ്റ് സാഹചര്യം മാറുന്നു. 25-26 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർ വീട് വെക്കുന്നു, കാറ് മേടിക്കുന്നു, പെങ്ങളെ കെട്ടിക്കുന്നു, സാധാരണ ഒരു ലേമാൻ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുമ്പം ബിസിനസ് നിർത്തുന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. കാരണം ഇത് മുന്നോട്ടേക്ക് ഡ്രൈവ് ചെയ്തേ പറ്റുള്ളൂ. കാരണം നമ്മൾ തുടങ്ങി, നമ്മൾ പറയില്ലേ, നീന്തി കടലിൻ്റെ നടുക്കെത്തി, ഇനി മുന്നോട്ട് നീന്തിയാലും പുറകോട്ട് നീന്തിയാലും ഒരേ ദൂരാണെന്ന് പറയുന്ന അവസ്ഥയാണ്. ബിസിനസ് അല്ലെങ്കിൽ സ്ഥാപനം മുന്നോട്ടേക്ക് പോയേ പറ്റൂ, സ്ഥാപനത്തിന് ഗ്രോത്ത് കൊണ്ടുവന്നേ പറ്റൂ. ഒരിക്കൽ പോലും നിർത്തുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് അല്ല. ഞാൻ അത് എന്ത് ചോദിക്കാൻ വേറൊരു റീസൺ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇറ്റ് ഈസ് എ ഫാസ്റ്റ് പേസ്ഡ് വേൾഡ് അല്ലേ. അതായത് ഫെയിൽ ഫാസ്റ്റ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ സിനോണിം. നമ്മൾ 10 വർഷം എടുത്ത് മനസ്സിലാക്കേണ്ട ചെയ്ത പൊട്ടത്തരമാണ്. 1 വർഷത്തിൽ മനസ്സിലായാൽ അടുത്ത പണിക്ക് പോകാമല്ലോ എന്നുള്ളതാണ്. ഞാനത് ചോദിക്കാൻ വേറെ റീസൺ വേറൊന്നുമില്ല. അതായത് ഇപ്പോഴത്തെ സ്റ്റുഡൻസ് പൊതുവേ അവർ വെളിയിൽ ഇറങ്ങിയിട്ട് അവരൊരു ഐഡിയ ആയിട്ട് മാർക്കറ്റിൽ ഇറങ്ങും. ഇറ്റ് ഈസ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് സ്റ്റാർട്ട് ചെയ്യുന്ന അതേ ഇമ്പോർട്ടൻസ് ആണ് വെൻ ടു പുൾ ദ പ്ലഗ്. എപ്പം ഇതിൽ നിന്ന് മാറണം എന്നുള്ളൊരു തോട്ടുണ്ട്. കാരണം പൊതുവേ ഞാൻ ഒരുപാട് സ്റ്റോറി കേട്ടിട്ടുണ്ട്. അതായത് ഒരുപാട് കാശുണ്ടാക്കി, കാശെല്ലാം അക്കൗണ്ടിൽ ക്യുമുലേറ്റ് ചെയ്തിട്ട് അടുത്ത 2 വർഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് എ ഡൗൺ റൺ. അത് മനസ്സിലാക്കാതെ ഈഗോ കാരണം പിന്നെയും കാശിട്ട് നടത്താൻ വേണ്ടി നടത്തി ബാങ്ക്രപ്റ്റ് ആയ ആൾക്കാരുടെ സ്റ്റോറി ഉണ്ട്. ഞാൻ അത് റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചോദിച്ചത്. അതായത് നമ്മൾ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ആ ഒരു ആംഗിളിൽ ഐ തിങ്ക് യു ആർ ഫോർച്യുനേറ്റ് ഇനഫ് ടു ബി ഇൻ ദ എഡ്യൂക്കേഷൻ സെക്ടറിൽ യു ഹാവ് ഗുഡ് ലൈഫ് ഇമ്പാക്റ്റ്. അതായത് പേഴ്സണലി ഒരു ഡ്രൈവ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ ആൾക്കാരെ ഡ്രൈവ് ചെയ്യാനും അവരുടെ ലൈഫ് മുന്നിൽ ഗ്രോത്ത് കാണാനും. പക്ഷെ അതേപോലെ ഇഫ് യു ആർ ഏബിൾ ടു ഗിവ് ആൻ അഡ്വൈസ് ടു, അല്ലെങ്കിൽ ഒരു സജഷൻ ടു ദ ന്യൂ ജനറേഷൻ, അവരിപ്പം ഒരു ഐഡിയ സെലക്ട് ചെയ്തിട്ട് ഹൗ ഇമ്പോർട്ടൻറ്റ് എപ്പോഴാണ് നിർത്തേണ്ടത്. ഐ മീൻ നിങ്ങൾ പലപ്പോഴും മനസ്സിലാവും ഒരു ബിസിനസ് വർക്കാവുന്നില്ല, അത് നമുക്ക് മനസ്സിലായി, നമുക്ക് നേരിട്ട് കണ്ട് മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, കസ്റ്റമേഴ്സിന് വേണ്ട, സ്റ്റോറിൽ ആൾ വരുന്നില്ല, അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ സ്റ്റോർ ആണെങ്കിൽ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ടു സ്റ്റോപ്പ് ദാറ്റ് ബിസിനസ് എന്നുള്ളതൊന്ന്. എന്തൊക്കെയായിരിക്കും ആ ഒരു ഇമോഷൻ, അതൊക്കെ ടച്ച് ചെയ്യാൻ പറ്റിയാൽ. നമ്മളിപ്പം നമ്മൾ തുടങ്ങുന്ന ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്ന സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ്, അതുകൊണ്ട് പ്രത്യേകിച്ച് കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ തുടങ്ങിയ ഐഡിയ തെറ്റായിപ്പോയി, അല്ലെങ്കിൽ ഇത് സ്കെയിലബിൾ അല്ല, അല്ലെങ്കിൽ ഇത് ഈസിലി ഒരുപാട് നമ്മളെക്കാൾ കോസ്റ്റ് കുറച്ച് ഈസിലി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഇത് നമുക്ക് വയബിൾ അല്ല, അല്ലെങ്കിൽ ഇത് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു മൊമെൻറ്റിൽ ഉറപ്പായിട്ടും ബിസിനസ് നിർത്തണം. കാരണം പിന്നെയും ബേൺ ചെയ്തുകൊണ്ടിരിക്കരുത്. കാരണം ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ സെലക്ഷൻ റോങ് ആയിപ്പോയി, നമ്മുടെ ഐഡിയ അത്ര സ്കെയിലബിൾ ആയ ഒരു ഐഡിയ അല്ല, നമ്മുടെ ഒരു പാഷൻ ഇതായിരുന്നു എനിക്ക് ചെയ്യാൻ താല്പര്യം, പക്ഷേ ഇത് ഇത് കസ്റ്റമേഴ്സിന് വേണ്ട, അല്ലെങ്കിൽ ഇതിന് മാർക്കറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു മൊമെൻറ്റിൽ നമുക്ക് ബിസിനസ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ നിർത്തണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇപ്പം എന്തുകൊണ്ടാണ് ഇനീഷ്യലി ബിസിനസ് തുടങ്ങിയ സമയത്ത് ഇപ്പം ഇൻഡസ്ട്രി നല്ലതാണ്, ഐഡിയ നല്ലതാണ്, പക്ഷേ പലപ്പോഴും ബിസിനസ്സിനെ പറ്റി പഠിക്കാതെയാണ് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അതായത് ബിസിനസ്സിൻ്റെ ഫണ്ടമെൻ്റൽസ് എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മളതിൽ ഓപ്പറേഷണലി നമ്മൾ കുറച്ച് നല്ലതായിരിക്കും, പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദ ബിസിനസ് അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള HR പാർട്ട്, അല്ലെങ്കിൽ ഫിനാൻസ് പാർട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റു പല ഫങ്ഷൻസ് ഒന്നും പ്രോപ്പറായിട്ട് മനസ്സിലാക്കാതെയാണ് നമ്മൾ പലപ്പോഴും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. പല ബിസിനസ്സുകളും പ്രോഫിറ്റബിളായിട്ട് നടത്താൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ
ഇപ്പം ബിസിനസ് എല്ലാം പഠിച്ചിട്ടൊന്നും നമുക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ വൺസ് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിയുമ്പം നമ്മൾ ബിസിനസ്സിനെ പറ്റി പഠിക്കണം, അതിൻ്റെ ഫണ്ടമെൻ്റൽസ് നമ്മൾ മനസ്സിലാക്കണം. എസ്പെഷ്യലി ഒരു ഓണ്ടർപ്രണർ പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്, രണ്ട് ഫങ്ഷൻസാണ് ഫിനാൻസും HR-ഉം. ഇത് രണ്ടും പഠിക്കാതെ ഒരു ഓണ്ടർപ്രണറിന് ബിസിനസ് ഒരിക്കലും സ്കെയിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്തുകൊണ്ടാണ് പല ബിസിനസ്സുകളും പ്രോഫിറ്റബിൾ അല്ലാത്തത്? കാരണം ഓണ്ടർപ്രണറിന് ഫിനാൻസ് അറിയില്ല, അല്ലെങ്കിൽ ഫിനാൻസ് എഡ്യൂക്കേഷൻ ഇല്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു ഓണ്ടർപ്രണറോട് ചോദിക്കുകയാണ് നിങ്ങളുടെ GP എന്താണ്, നിങ്ങളുടെ കഴിഞ്ഞ മാസത്തെ NP എന്താണ്, നിങ്ങളുടെ ക്യാഷ് ഫ്ലോ എന്താണെന്നൊന്നും ചോദിച്ചാൽ ഓണ്ടർപ്രണേഴ്സിന്, ഈ ചെറിയ സെക്ടറിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത് അറിയില്ല. കാരണം അവരുടെ ഐഡിയ മാത്രം ഫോക്കസ് ചെയ്ത് അവരുടെ ഐഡിയയിൽ ഊന്നിയിട്ടാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. ബിസിനസ്സിൻ്റെ ഫണ്ടമെൻ്റൽസ് മനസ്സിലാക്കാതെ, അത് പഠിക്കാൻ ശ്രമിക്കാതെ ഒരു കഥയില്ലാതെ ബിസിനസ് ചെയ്യുന്നതുകൊണ്ടാണ് പല ബിസിനസ്സുകളും എന്തായി പോകുന്നത്, പൂട്ടിപ്പോകുന്നത്. മെജോറിറ്റി ബിസിനസ്സുകളും പൂട്ടിപ്പോകുന്നത് ഐഡിയ നല്ലതല്ലാത്തതുകൊണ്ടല്ല, അവരാ ബിസിനസ്സിനെ പറ്റി പഠിക്കാതെ മനസ്സിലാക്കാതെ ഒരു എഫേർട്ട് കൂടാതെ അവരുടെ ഐഡിയയിൽ മാത്രം ഊന്നി ബിസിനസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് ഒരു ബേസിക്കലി പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നോളജ് ഇല്ലാതെ ഇറങ്ങി ചെയ്യുന്നതാണ് ഉറപ്പായിട്ടും. കാരണം ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ മാനേജ്മെൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് മന്ത്ലി സാലറി കൊടുക്കണമെങ്കിൽ പൈസ വേണം, വെൻഡേഴ്സിന് പൈസ കൊടുക്കണമെങ്കിൽ പൈസ വേണം. അപ്പോൾ പലപ്പോഴും ബിസിനസ് എന്താണ്, ബിസിനസ് പ്രോഫിറ്റബിൾ ആയിരിക്കും, പക്ഷെ ക്യാഷ് ഫ്ലോ പലപ്പോഴും പോസിറ്റീവ് ആയിരിക്കില്ല. ഇപ്പം നമ്മുടെ തന്നെ ബിസിനസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു 4-5 മാസമാണ് ക്യാഷ് ഫ്ലോയുടെ ഒരു 70-80% വരിക. അപ്പോൾ 12 മാസത്തേക്ക് നമ്മൾ ആ ക്യാഷ് ഫ്ലോ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു കുട്ടി ഫീസ് അടയ്ക്കുന്നത് ഒന്നിച്ചായിരിക്കും, അല്ലെങ്കിൽ പകുതി ഫീസ് ആദ്യം അടയ്ക്കും. അത് 12 മാസത്തേക്ക് സ്പെൻഡ് ചെയ്യാനുള്ള മണിയാണ്. ഇത് നമ്മുടെ പ്രോഫിറ്റ് അല്ല, അല്ലെങ്കിൽ ഇത് പ്രോപ്പർലി റിസർവ് ചെയ്ത് വെച്ച് കറക്റ്റായിട്ട് ബഡ്ജറ്റ് ചെയ്ത് ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യണമെന്ന് മനസ്സിലാക്കാതെ ബിസിനസ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? പലപ്പോഴും വലിയ കമ്പനികൾ ഉൾപ്പെടെ സ്റ്റാർട്ടപ്സ് ഫണ്ട് എടുത്തു, ഭയങ്കര വലുതായി, എന്തുകൊണ്ട് പൂട്ടിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെ ഫണ്ടമെൻ്റൽസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്, അവരുടെ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്, അവർ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും HR ഡിപ്പാർട്ട്മെൻറ്റും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കസ്റ്റമറുടെ ഏരിയ അവർ പ്രോപ്പർലി മാനേജ് ചെയ്യാത്തതുകൊണ്ടാണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് പ്രോപ്പർലി, അതായത് സെയിൽ ചെയ്യും പക്ഷേ പിന്നീട് എന്താണ് ആഫ്റ്റർ സെയിൽ സർവീസ് പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. ഫണ്ടമെൻ്റൽസ് മനസ്സിലാക്കുക, ബിസിനസ്സിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കുക. കാരണം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല, ചെയ്തുകൊണ്ട് പഠിക്കുക. ബിസിനസ്സിൻ്റെ കോർ ഫംഗ്ഷനെ പറ്റി ഒരു ഓണ്ടർപ്രണർ പഠിച്ചിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ ബിസിനസ് നമുക്ക് പ്രോഫിറ്റബിളി നടത്താൻ പറ്റുള്ളൂ. അതേപോലെ ലാസ്റ്റ് ഒരൊറ്റ പോയിന്റ് ടച്ച് ചെയ്യുന്നത് ഇസ് അബൌട്ട് ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ്. ഓക്കെ, ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനം സംബന്ധിച്ചിടത്തോളം ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ. ബട്ട് അത് ഫംഗ്ഷൻ അനുസരിച്ച് മാറും. ഒരു B2B കമ്പനിക്ക് ഞാനൊരു ബിസിനസ്സിന് വിൽക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് നീഡ് ദാറ്റ് മച്ച് മാർക്കറ്റിംഗ്. പക്ഷേ ഒരു കൺസ്യൂമർ ഫേസിങ് ഒരു ബ്രാൻഡിനെ ഹൗ ക്യാൻ ഒരു കൺസ്യൂമർ ഫേസിങ് ഐഡിയ ഉള്ള ഒരാൾക്ക് എങ്ങനെ ആ ഒരു ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവ് ചെയ്യാൻ പറ്റും? ആൻഡ് വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ഇൻ ലക്ഷ്യ? കാരണം നമ്മുടെ ഒരു ഇൻഡസ്ട്രി അത്ര അവെയർ അല്ലാത്ത ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഇനീഷ്യലി മുതൽ തന്നെ മാർക്കറ്റിങ്ങിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അതായത് മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റിംഗ് ആൻഡ് അവെയർനെസ് ക്രിയേഷൻ, ബ്രാൻഡിങ്ങിനെ പറ്റി നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്തു തുടങ്ങിയിരുന്നു. കുറച്ച് മുന്നോട്ടൊക്കെ പോയപ്പോഴാണ് നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെ ഒരു ബ്രാൻഡ് പൊസിഷൻ ചെയ്യണം, എങ്ങനെ ഒരു മാർക്കറ്റ് ലീഡറായിട്ട് മാറണം, എത്ര പൈസ മാർക്കറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ ജേണി ഓൺ ദ ഗോയിലാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചും ആ ബിസിനസ്സിന് വേണ്ടത്ര മാർക്കറ്റിംഗ് ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് മാറ്റി വെക്കുകയും അതിനുവേണ്ടി പ്രോപ്പർലി ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കോമ്പറ്റീഷൻസ് മാർക്കറ്റിൽ ഒരുപാട് ഉണ്ടാവും. നമ്മൾ ഇടുന്ന ടാർഗറ്റിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അത്രയും കസ്റ്റമേഴ്സിനെ നമുക്ക് റീച്ച് ചെയ്യേണ്ടി വരും, അത്രയും കസ്റ്റമേഴ്സിൻ്റെ ലീഡ് നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും, അതിന് വേണ്ടിയിട്ടുള്ളൊരു സെയിൽസ് ഫണൽ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടി വരും, നല്ലൊരു സെയിൽസ് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഏതൊരു ബിസിനസ്സിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പില്ലേഴ്സാണ്. ഒരു ഓണ്ടർപ്രണർ നേരത്തെ പറഞ്ഞതിൽ അത് സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലും ഓണ്ടർപ്രണർ പഠിക്കും, കാരണം എന്നാൽ മാത്രമേ കച്ചവടം വരുള്ളൂ. അപ്പോൾ അത് ബിസിനസ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അത് നന്നായിട്ട് ചെയ്താൽ മാത്രമേ ബിസിനസ് നമുക്ക് സ്കെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് തോന്നുന്നു ജെയിനിലെ സ്റ്റുഡൻസ് ഷുഡ് ആക്ച്വലി ലേൺ ഫ്രം ജെയിൻ ഇറ്റ് സെൽഫ് ഹൗ ദേ ഡു ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ്. കറക്റ്റ്. ഹൗ ഐ തിങ്ക് അതൊരു ഇന്റേണൽ സ്കൂളായിട്ട് തന്നെ അവർ തന്നെ ദേ ആർ ഷോയിങ് യു ഹൗ ദിസ് ഹാസ് ടു ബി ഡൺ. ഇന്ന് 2 ഓണ്ടർപ്രണേഴ്സിനെ വിളിച്ചിരുത്തിയിട്ട് ദേ ആർ മേക്കിംഗ് എ ഫയർ സൈഡ് ചാറ്റ് ടു ensure what you shouldn't do എന്നുള്ളതാണ് is the biggest marketing which Jain has done. I think that is one thing we want to highlight. And we can take like few questions from the audience. ആർക്കെങ്കിലും wanted to ask something, ഏതെങ്കിലും സ്റ്റുഡൻറ്റ് എന്തെങ്കിലും raw idea, if you have something please put forward. Anyone?
ആർക്കും ഒന്നും ചോദിക്കാനില്ല. Hi, sir. Okay, my name is Mehjab, and I'm currently pursuing my degree from St. Aloysius College, Thrissur. So, actually, I'm really interested in entrepreneurship or start my own brand in my future. So, I would like to ask you that, what advice would you give to a student like me who wants to start a brand but lack industry experience? അതായത് what your meaning is that അതായത് you want to start something. Yeah, I want to start by my own self, but as a student, we don't have that much of industry experience, right? So, how can I start that without? Or you can take it. Yeah. ഐഡിയ നല്ലതാണെങ്കിൽ, നല്ല കോൺസെപ്റ്റ് ആണെങ്കിൽ, അതൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നൊരു ഐഡിയ ആണെങ്കിൽ, നമ്മൾ എന്താണ് ആ ഇൻഡസ്ട്രിയെ പറ്റി കൂടുതൽ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആൻസർ. കാരണം ഇന്ന് നമുക്കൊരു ഇൻഡസ്ട്രിയെ പറ്റി പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐഡിയയെ പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യുക, കൂടുതൽ പഠിക്കുക. സിമിലർ കമ്പനി ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ഡെപ്തിൽ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യുമ്പം വരും. എല്ലാ കാര്യങ്ങളും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് റിസർച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മളതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടത്ര നോളജ് അക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റാർട്ട് ദാറ്റ്. അതും എനിക്ക് തോന്നുന്നു അനദർ തിങ് ഇസ് ദാറ്റ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ ഐ തിങ്ക് ഇന്റേൺഷിപ്പ് ഒക്കെ റെഡിലി അവൈലബിൾ ആണ് എല്ലായിടത്തും. അപ്പോൾ അവർക്ക് ഏത് ഇൻഡസ്ട്രിയിലാണോ പോകേണ്ടത് അവിടെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്താലും കുഴപ്പമില്ല, ബട്ട് യു ഗെറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ന്യൂആൻസസ് ഓഫ് ഹൗ ഇറ്റ് ഇസ് ഡൺ. ഫോർ എക്സാമ്പിൾ ഫുഡ് ടെക്കിലാണ് പോകണമെങ്കിൽ ഒരു ഫുഡ് ബ്രാൻഡായിട്ട് പോയി ഇന്റേൺഷിപ്പ് എടുക്കാൻ ദർ ഇസ് ന്യൂമറസ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ അത് കൺസിഡർ ആസ് യുവർ സ്കെയിൽ അപ്പ് തിങ്. അപ്പം അതിലിപ്പോൾ കാശ് നോക്കണ്ട ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ഓണ്ടർപ്രണർഷിപ്പ് ആസ് എ പാത്ത്. കാരണം ജോലി ചെയ്യുന്ന പിയേഴ്സ് ചിലപ്പം 50,000-60,000 റുപ്യക്ക് ദേ മൈറ്റ് ഗെറ്റ് പ്ലേസ്ഡ് സംവെയർ എൽസ്. അത് നോക്കാതെ ഫ്രീ ആയിട്ട് ഇഫ് യു ആർ വില്ലിംഗ് ടു ലേൺ ദർ ഇസ് ഇനഫ് ഓപ്പർച്യൂണിറ്റി എവറിവെയർ ടു ഗെറ്റ് യു പ്ലേസ്ഡ് എന്നാണ് ഇസ് വാട്ട് ഐ ഫീൽ. Thank you, sir. Yeah, sure. ഇന്നലെ VFXനെ കുറിച്ചുള്ള ഒരു സെഷൻ വേദിയിൽ നടന്നപ്പോൾ ഫാൻറ്റം എഫക്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാൽ അദ്ദേഹം വന്ന് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, ഒരു വർഷമെങ്കിലും നമ്മുടെ പോലെയുള്ള ഏതെങ്കിലുമൊക്കെ കമ്പനീസിൽ വന്ന് വർക്ക് ചെയ്യൂ. ഇത് പറഞ്ഞതുപോലെ തന്നെ ഡോണ്ട് ലുക്ക് അറ്റ് ദ മണി, ദെൻ ഗെറ്റ് ദ വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് ദെൻ ഗോ. ഇവിടെ നിൽക്കണം എന്ന് നമ്മൾ ആരും പറയുന്നില്ല, നിങ്ങൾ സ്വയം തുടങ്ങൂ എന്ന് തന്നെയാണ് ഒരു വലിയ കമ്പനിയുടെ ഉടമ ഇന്നലെ വന്ന് നമ്മളോട് പറഞ്ഞത്. ജസ്റ്റ് തോട്ട് ഓഫ് ദാറ്റ്. വേറെ ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടോ? യെസ്. ഹായ് ഓർവൽ, ഗുഡ് ആഫ്റ്റർനൂൺ. ഐ എം ബെൻസൺ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ലൈക്ക് വെൻ നൗഷദ് വാസ് ആസ്കിങ് യു അബൌട്ട് ഫണ്ടിങ്. മിസ്മാച്ച് ആയതുകൊണ്ടാണ് പല പോയിന്റിലും ഫണ്ട് എടുക്കാഞ്ഞതെന്നും ഓർവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വാട്ട് യു ഫീൽ ദ ചാലഞ്ചസ് ലൈക്ക് ഇപ്പോൾ ടെക് കമ്പനീസ് യു ആർ ഫേസിങ് അബൌട്ട് ഫണ്ട് റേസിംഗ്? വാട്ട് ആർ ദ പ്രോബ്ലംസ് യു ആർ ഫേസിങ് ആൻഡ് ഹൗ ഡു യു വാണ്ട് ടു സോൾവ് ഇറ്റ്? ഇപ്പം പ്രധാനമായിട്ടും ഫണ്ടിങ്ങിന് നോക്കുന്ന സമയത്ത് ഫേസ് ചെയ്യുന്നൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന 2-3 ജയൻസിൻ്റെ വലിയ പരാജയമാണ് ഇൻവെസ്റ്റേഴ്സിലൊക്കെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതൊരു ബബിളാണോ, അല്ലെങ്കിൽ ഇത് സ്കെയിലബിൾ ആണോ, അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നം വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനടക്കമുണ്ട്. ഇപ്പം കുറച്ച് 2-3 മാസങ്ങളായിട്ട് ആ ഒരു കൺഫ്യൂഷൻ മാറി വരുന്നുണ്ട്. കുറച്ചും കൂടെ മാർക്കറ്റ് പോസിറ്റീവാണ്, എട്ടെക്കിൽ പോസിറ്റീവാണ്. അതായത് എബിഡയുള്ള സ്കെയിലബിൾ ആയിട്ടുള്ള ബിസിനസ്സുകൾക്ക് പ്രോപ്പർലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫണ്ട് എടുക്കാൻ ഒരു റൈറ്റ് ടൈം ആയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അത് മാത്രമല്ല ഈ ഓറൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ബൈജൂസ് പോലത്തെ ഒരു ബബിൾ ഐ പേഴ്സണലി ലവ് ഹിം എ ലോട്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫൗണ്ടർ ആയിട്ട് മാത്രമല്ല, കാരണം അതിൽ എവരി വൺ വാണ്ട്സ് എ സ്കേപ്പ് ഗോട്ട് എന്നൊരു ഫിഗർ. അതാണ് ആക്ച്വലി ഈ പറഞ്ഞ ഫണ്ട് റേസ് മോഡിൽ പോകുമ്പോൾ യൂഷ്വലി ഇൻവെസ്റ്റേഴ്സ് ദേ ആർ പമ്പിങ് മണി ടു ഗെയിൻ മോർ റിട്ടേൺസ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഫൗണ്ടറിൻ്റെ കൺവിക്ഷനാണ് എപ്പോൾ പുള്ളി ചെയ്യണം. മേ ബി ആ ഒരു പാത്തിൽ പോയി കഴിഞ്ഞാൽ യു വിൽ ബി ഇൻ ദാറ്റ് ലൂപ്പ് ടു ഗെയിൻ റേസ് മോർ മണി. I think that balance is very important, is what I feel. Hi. So I have a question. My name is Mrishal. So I'm an aspiring entrepreneur. എനിക്ക് ഫേസ് ചെയ്ത ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഈവൻ ഇൻ ദ പ്രീവിയസ് ടോക്ക് ഐ വാസ് എക്സ്പെക്ടിങ് ടു ഹിയർ അബൌട്ട് ദിസ്, ഇസ് ദാറ്റ് ഹൗ ഡു വി ഫൈൻഡ് ദ റൈറ്റ് ടീം ഇനീഷ്യലി? ആൻഡ് ചിലപ്പോൾ നമ്മൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ലൈക്ക് വെൻ വി ആർ ഇൻ കോളേജ്, I'm not in college right now, but when we are in college, we have this crowd who is keeping on motivating with us. നമ്മൾ ഫെയിൽ ചെയ്താൽ കൂടെ ഫെയിൽ ചെയ്യാൻ ആളുണ്ട്, വിൻ ചെയ്താൽ വിൻ ചെയ്യാനുണ്ട്. ബട്ട് വൺസ് വി ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് നമ്മൾ ഒറ്റക്കാണ്. സോ ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് എ ഫേസ് വെൻ യു വാണ്ട് ടു സ്റ്റാർട്ട് എ വെഞ്ചർ ഓർ സംതിങ്, ഹൗ ഡു വി ഫൈൻഡ് ദ റൈറ്റ് ടീം ആൻഡ് ദ റൈറ്റ് മെൻറ്റർ ടു സ്റ്റാർട്ട് എ ബിസിനസ്? താങ്ക് യു. ഏറ്റവും ബിസിനസ് തുടങ്ങുമ്പോഴുള്ള, അതായത് ഒരു സ്റ്റാർട്ടപ്പ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ചാണ് ക്വാളിറ്റിയുള്ള ടീമിനെ ഇനീഷ്യലി ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഐഡിയ വിശ്വസിച്ച് ആളുകൾ നമ്മുടെ കൂടെ നിൽക്കണം.
അപ്പോൾ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആദ്യം കേൾക്കുന്ന സമയത്ത് അവർക്ക് റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം അവർക്ക് പുറത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നല്ലൊരു ജോലിക്ക് അവർക്ക് പോകാൻ പറ്റും. പിന്നെ എന്തിന് ഒരുറപ്പുമില്ലാത്തൊരു സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗമാകണം എന്നുള്ളൊരു കൺഫ്യൂഷനും പ്രശ്നവും എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്ന, നമ്മൾ പറഞ്ഞാൽ അല്ലെ ട്രസ്റ്റ് ചെയ്യുന്ന നമ്മുടെ സർക്കിളിലുള്ള ആൾക്കാരായിരിക്കും ആദ്യം നമ്മുടെ കൂടെ വരിക. പിന്നീട് ബിസിനസ് ഗ്രോ ചെയ്യുന്ന സമയത്ത് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ എടുക്കണം. കാരണം ഫണ്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആളെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം റൈറ്റ് ഹയേഴ്സിനെ നമുക്ക് എടുക്കാൻ പറ്റും. ഇനീഷ്യൽ ഇയേഴ്സിൽ, അതായത് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് വരെ അതൊരു പ്രശ്നമായിരിക്കും. സ്റ്റാർട്ടപ്സ് സാധാരണ ചെയ്യുക, ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ സാലറി കൂട്ടിക്കൊടുത്ത് എന്ത് ചെയ്യും, ആളുകളെ ഹയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കാരണം ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. പക്ഷെ അവർ വരുന്നത് എന്ത് കണ്ടിട്ടായിരിക്കും? പൈസ കണ്ടിട്ടായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ എത്രത്തോളം നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ കൂടെ ലോങ് ടൈം നിർത്താൻ പറ്റുമെന്നുള്ളതും ഡൗട്ടാണ്. അപ്പോൾ ഇനീഷ്യലി ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ സർക്കിളിലുള്ള ആൾക്കാരെ വൈസ്ലി യൂസ് ചെയ്യുക. കാരണം നമ്മൾ അറിയുന്ന ആൾക്കാരെ എടുക്കുന്ന സമയത്ത് ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും. അപ്പോൾ പ്രോപ്പർലി ജോബ് ഡിഫൈൻ ചെയ്ത് ആ ഒരു പ്രോപ്പർ ക്ലാരിറ്റിയോട് കൂടെ തന്നെ ഇനീഷ്യലി നമ്മുടെ സർക്കിളിലുള്ള ആൾക്കാരെ എടുക്കുക. പിന്നീട് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് പുറത്തുനിന്നുള്ള നല്ല പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യാം. I think Oral can relate this. The person who helped you start the business may not help you grow the business. നിങ്ങൾ ഇനിഷ്യലി എടുത്ത ആള് ചിലപ്പം നല്ല ആൾക്കാരായിരിക്കാം, പക്ഷേ ആ ഇമോഷനിൽ ഇരുന്നാൽ യു മൈറ്റ് സ്റ്റേ വെയർ യു ആർ. അപ്പം അതാണ് ഐ തിങ്ക് നാളെ വൺസ് യു സ്റ്റാർട്ട് ഗ്രോയിങ് ആ പുതിയ ആൾക്കാരെ എടുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഓൾസോ യു ഷുഡ് ഹാവ്. എന്ന് ഐ തിങ്ക് ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് വൈൽ ഫൈൻഡിങ് എ ടീം. ആ ഇമോഷൻ ലെറ്റ് ഗോ ചെയ്യണം ഇസ് വാട്ട് ഐ ഓൾസോ ഫീൽ. താങ്ക് യു. ഹലോ, ഹായ്, ഞാൻ ഡോക്ടർ നിസാമുദ്ദീൻ, മലപ്പുറത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ആശയമായിട്ട് മുന്നോട്ട് പോയി, നമ്മളൊരു ഫെയിലിയറായി, നമ്മൾ പറ്റ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയം എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? ഫ്രം യുവർ ഓൺ എക്സ്പീരിയൻസ്. ഞാൻ തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ, ഒന്ന് ലിങ്ക്ഡിൻ എടുത്ത് നോക്കിയാൽ മതി. എൻ്റെ ഫെയിലിയർ സ്റ്റോറി തൊട്ട് ബാക്ക്ഗ്രൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതൊന്നുമില്ല. ജസ്റ്റ് വൺ തിങ് ഇസ് ദാറ്റ് കീപ് ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ് എന്നുള്ളതാണ് ഇസ് വാട്ട് ഐ ഫീൽ. കാരണം ഞാൻ ഇന്ന് എൻ്റെ വൈഫായിട്ട് രാവിലെ സംസാരിക്കുകയായിരുന്നു. കാരണം ഐ ജസ്റ്റ് റീസെൻ്റ്ലി വൈൻഡഡ് ഡൗൺ മൈ ഫിൻടെക് കമ്പനി. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പുതിയൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ് വിത്ത് ഫ്യൂ ഓഫ് മൈ ഓൾഡ് നെറ്റ്വർക്ക്സ്. അപ്പം ആ ജേർണിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആക്ച്വലി. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പോയി അഡ്വൈസ് കൊടുക്കാൻ ആം ഐ ദ റൈറ്റ് തിങ് എന്നൊക്കെ ഞാൻ എൻ്റെ വൈഫിനോട് ഇന്ന് രാവിലെ ചോദിച്ചേ ഉള്ളൂ. പുള്ളി പറഞ്ഞു അങ്ങനെയല്ല, സി യു ഹാവ് ഡൺ വാട്ട് എവർ യു കുഡ്. അത് പോയി ആൾക്കാരോട് പറഞ്ഞ് ഷെയർ ചെയ്യുന്നത് ഇസ് നോട്ട് എ ബാഡ് തിങ്. ഫെയിലിയർ ഒരിക്കലും ഒരു കേരളയിൽ പൊതുവേ വരുന്നൊരു സാധനമാണ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമാണെന്ന്. യു ലേൺ വിത്ത് ദാറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എനിക്ക് തോന്നിയൊരു പേഴ്സണൽ എക്സ്പീരിയൻസ്. മേ ബി ഓറലിന് ഇഫ് യു ക്യാൻ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഒരു ചോദ്യം കൂടെ അവിടെ ഒരു കൈ പൊങ്ങിയിട്ടുണ്ട്. ദാറ്റ് ഹാസ് ടു ബി എ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് സമയത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് മാത്രമാണ്. ഹലോ, മുഹമ്മദ് സാദിഖ് ഫ്രം മലപ്പുറം. ഞാനിപ്പം BCom സെക്കൻഡ് ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കണേ. ഇപ്പോൾ ഒരു പേഴ്സണലായിട്ട്, അതായത് ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന ഈ ഒരു സ്റ്റുഡൻസ്, അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ വരാനിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗ്ലോബലി എന്തായാലും ഒരു 100 ആശയം ഉണ്ടെങ്കിൽ ഒരു 10 ആശയം മാത്രമേ വിജയിക്കുള്ളൂ. വിജയിക്കാനുള്ള കാരണം പറഞ്ഞാൽ അത് ചെയ്യുന്ന ആ ഓണേഴ്സിൻ്റെ ആ ഒരു പേഴ്സണൽ ക്വാളിറ്റി കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ഒരു വരും തലമുറയിൽ ഞങ്ങൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൽസ് ഒന്നിങ്ങോട്ട് എക്സ്പീരിയൻസ് വെച്ച് പറയാൻ പറ്റുമോ? 4 കാര്യങ്ങളാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന 4 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് ഫോക്കസ്, രണ്ടാമത്തെ കാര്യം പ്രയോറിറ്റി, മൂന്നാമത്തെ കാര്യം കൺസിസ്റ്റൻസി, നാലാമത്തെ കാര്യം കണ്ടിന്യൂവൽ ഇമ്പ്രൂവ്മെൻറ്റ്. ഈ 4 കാര്യങ്ങൾ നമ്മൾ മാൻഡേറ്ററി ആയിട്ടും, അതിപ്പം ബിസിനസ് ആണെങ്കിലും ജോലി ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. കാരണം ദാറ്റ് ഈസ് ആക്ച്വലി ഐ എം ബിലീവിങ് അതാണ് 4 പില്ലേഴ്സ് നമ്മുടെ കാര്യത്തിൽ. അപ്പം ഒരുപാട് ആശയങ്ങളുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ചില ആശയങ്ങൾ സക്സസ് ആവാം, ചില ആശയങ്ങൾ സക്സസ് ആവാതിരിക്കാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയി കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുക. ഫെയിലിയറിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക, അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. അത് ചെയ്തുകൊണ്ടിരിക്കുക, നിർത്തേണ്ട സമയത്ത് നിർത്തുക, പിന്നെയും തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കറക്റ്റ്. ബ്രില്യൻറ്റ് പെർസ്പെക്റ്റീവ്സ് ദെയർ. ഒരു 4 കാച്ചി കുറുക്കിയ പോയിന്റ്സിനെ ഇങ്ങനെ ബുള്ളറ്റ് പോലെ തൊടുത്തു വിട്ടു. താങ്ക് യു Awal for that, and thank you for that brilliant conversation on stage. I'd like to bring on stage Dr. K. Srikumar, Professor and Deputy Director of Department of Commerce with Jain University, on stage to present a token of appreciation to both of them. കൊമേഴ്സിനെ
ജനഹൃദയങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവന്ന ഒരു സംരംഭകനാണ് ഇവിടെ വേദിയിൽ നിൽക്കുന്നത്. ആൻഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ബിസിനസ് വെഞ്ചർ, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എ കൾച്ചറൽ സോഷ്യൽ ട്രാൻസിഷൻ, ഐ വുഡ് സേ. മിസ്റ്റർ ഓവൽ ലയണൽ, and Mr. Farik Naushad.